റിലേഷൻ എന്നത് ഒരേ സോളിൻ്റെ രണ്ട് കൗണ്ടർ പാർട്സ് തമ്മിൽ ഒന്നിപ്പിക്കുകയാണെന്ന് പറയാം. ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ സ്വാഭാവികമായിട്ടും 8 സ്റ്റേജസ് ആണുള്ളത്. നിങ്ങളും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമും തമ്മിൽ നിലവിലെ സിറ്റുവേഷൻ എന്താണെന്നും നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റിനെ കുറിച്ചും ഈ 8 സ്റ്റേജസ് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് കഴിയും. ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയുടെ ഫസ്റ്റ് ഫേസിനെ ഏണിംഗ് ഫേസ് അല്ലെങ്കിൽ റെക്കഗ്നിഷൻ ഫേസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ എല്ലാ ഇമോഷൻസും അതിൻ്റെ മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ തന്നെ പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. എക്സാമ്പിളായിട്ട് ഈ സ്റ്റേജിലാണ് ലവ് ലൈഫിലെ പല ഡിസയേഴ്സും മുൻപ് തോന്നിയിട്ടില്ലാത്ത പോലെ നിങ്ങൾ തിരിച്ചറിയുന്നത്. ട്വിൻ ഫ്ലെയിംസ് ആദ്യമായി കണ്ടുമുട്ടുകയും അവരുടെ സോൾസ് തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾ പരസ്പരം റിയലൈസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലായിരിക്കും. അടുത്ത സ്റ്റേജിനെ അവൈക്കണിങ് സ്റ്റേജ് എന്നാണ് പറയുന്നത്. ഈ ഒരു ജേർണിയിൽ തന്നെ ഏറ്റവും അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേജ് ഇതായിരിക്കും. ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹാപ്പിനെസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സിനെ ഭയങ്കര ഓവർവെൽമിംഗ് ആയി തോന്നുന്നുണ്ടായിരിക്കും. ചില സമയങ്ങളിൽ ഡിവൈൻ മാസ്കുലൈന് ഈ ഒരു എനർജി ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അൺസ്റ്റേബിൾ ആയതുപോലെ എക്സ്പീരിയൻസ് ചെയ്തേക്കാം. ഫാക്റ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ തന്നെയുള്ള അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള സ്നേഹത്തിൽ അവർ കൺഫ്യൂസ്ഡ് ആണ്. മൂന്നാമത്തെ സ്റ്റേജിനെ ഹണിമൂൺ ഫേസ് എന്നാണ് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുകയും നിങ്ങൾ തമ്മിലുള്ള പാഷനേറ്റായ ഡീപ്പ് കണക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. നിങ്ങൾ തമ്മിലുള്ള സോൾ ലെവൽ കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് പരസ്പരം തുറന്ന് പറയാതെ തന്നെ ഈ ഒരു സ്റ്റേജ് മുതൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അവിടെ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ അവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് റണ്ണർ ചേസർ ഡൈനാമിക് ആണ്. ഈ ഒരു സ്റ്റേജിൽ കൂടുതലായും മസ്കുലൈൻ ഒരു റണ്ണർ ആയിരിക്കും. റണ്ണർ എപ്പോഴും നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുമ്പോഴും ചേസർ ഒരു ലോൺലിനെസ് സ്റ്റേജിലേക്ക് വന്നേക്കാം. ഈ ഒരു പെയിൻ താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ചേസർ തന്നെ സ്വയം മറന്ന് റണ്ണറിലേക്ക് എപ്പോഴും ഫോക്കസ് ചെയ്തേക്കാം. ഇതിന് ശേഷം വരുന്നത് സെപ്പറേഷൻ ഫേസ് ആണ്. നിങ്ങളിൽ ഒരാൾ, കൂടുതൽ കേസസിലും മസ്കുലൈൻ ഒരു റണ്ണറാണ്, മറ്റേയാൾ ചേസറുമാണ്. ഈ ഒരു സ്റ്റേജിൽ ഫെമിനൈൻ എപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്. കൗണ്ടർ പാർട്ടിൻ്റെ ഈ ഒരു മാറ്റത്തെ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ ഒരു ചേസിങ് മെൻറ്റാലിറ്റിയിലേക്ക് നിങ്ങൾ വരുന്നു. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ട്വിൻ ഫ്ലെയിം യൂണിയനിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ഈ ഒരു പെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക. നിങ്ങൾ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്? നിങ്ങളെയോ അവരെയോ? നിങ്ങളൊരു സോളാണ്. നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക. ഈ ലൈഫിൽ അനുഭവിച്ചതിലേക്ക് വെച്ച് ഏറ്റവും പെയിൻഫുൾ മൊമെൻറ്റ്സിലേക്കായിരിക്കും നിങ്ങൾ ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ കടന്നു പോകുന്നത്. ഒരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് വളരണമെങ്കിൽ ഇമോഷണലും സ്പിരിച്വലുമായിട്ടുള്ള മെച്യൂരിറ്റി നിങ്ങൾക്ക് വരേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഈഗോ അല്ലെങ്കിൽ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ ഈ ഒരു കഴിവില്ലായ്മ നിങ്ങളുടെ ഈ ബന്ധത്തെ സ്റ്റേബിൾ ആക്കില്ല. സോ നിങ്ങളിതിനെ ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തത് സറണ്ടർ സ്റ്റേജ് ആണ്. നിങ്ങളെ തന്നെ ഈ ഒരു സ്റ്റേജിൽ ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് റിലീഫ് ആവുക. ഇതിലൂടെ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് അലൈൻഡ് ആകുന്നതായിരിക്കും. നിങ്ങളുടെ ഫീലിംഗ് ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലെ പ്രഷറും സ്ട്രെസ്സും യൂണിവേഴ്സിൽ ലെറ്റ് ഗോ ചെയ്യുക. ഡിറ്റാച്ച്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾ പഠിക്കുക. പിന്നീട് വരുന്നത് റീയൂണിയൻ സ്റ്റേജ് ആണ്. സറണ്ടർ സ്റ്റേജിന് ശേഷം റണ്ണർ ചേസർ ഡൈനാമിക് ഷിഫ്റ്റ് ആകുന്നു. നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തതുകൊണ്ട് തന്നെ അവരും നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു. സറണ്ടർ സ്റ്റേജിന് ശേഷം എത്രമാത്രം ഇന്നർ വർക്ക് ചെയ്ത് യൂണിവേഴ്സിലേക്ക് നിങ്ങൾ അലൈൻഡ് ആകുന്നോ നിങ്ങളുടെ വാല്യൂ, സെൽഫ് വാല്യൂ അവിടെ തിരിച്ചറിയുകയാണ്. നിങ്ങൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങളെ സ്വയം മനസ്സിലാക്കുക, നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആകുക. അവരും നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവും.